ചില സ്ഥലങ്ങളിൽ അതെല്ലാവരും തുല്യമായി വീതിച്ചെടുക്കും. ഏകദേശം ഒരേപോലെയുള്ള ഫ്ലാറ്റുകളൊക്കെ ആണെങ്കിൽ ചില സ്ഥലങ്ങളിൽ അതിൻ്റെ ഒരു സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലും ഷെയർ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ഒരു 2 രൂപയ്ക്കും 5 രൂപയ്ക്കും ഒക്കെ ഇടക്കാണ് നോർമലി അത് കണ്ട് വരുന്നത്. അപ്പോൾ ഇത് കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മളോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടീനെ തന്നെ ഒരു ഡീവാല്യുവേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഒരിക്കലും ആ ഒരു പൈസ കൊടുക്കാതെ ഇരിക്കരുത്. അത് മൊത്തത്തിലുള്ള പ്രൊമൈസസിൻ്റെ ഒരു മൂല്യം കുറയുന്നതിനൊരു കാരണമാകും. പിന്നെ ഇതൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്. എല്ലാ ആളുകളും വളരെ സഹകരിച്ച് മുന്നോട്ട് പോയാൽ അതിൻ്റെ പ്രയോജനം എല്ലാവർക്കും ഉണ്ടാവും. അതിൽ 1-2 പേര് മാറി നിന്നാൽ അതിൻ്റെ ദോഷം എല്ലാവരും അനുഭവിക്കേണ്ടിയും വരും. അപ്പോൾ മന്ത്ലി മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു എക്സ്ട്രാ ചിലവല്ല. നമ്മൾ ഒറ്റയ്ക്കൊരു വീട്ടിൽ താമസിക്കുന്നതാണെങ്കിൽ നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനേക്കാളൊക്കെ കൂടുതലായിരിക്കും നമുക്ക് ഓരോ മാസം അവിടെ ചിലവഴിക്കേണ്ടി വരുന്ന തുക എന്ന് മാത്രമല്ല, അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ നമ്മൾ ഈ ഒരു കോംപ്ലക്സിൽ താമസിക്കുമ്പോൾ നമ്മളവിടെ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഒരു സെക്യൂരിറ്റിനെ നിർത്താൻ പറ്റുമോ? സാധാരണഗതിയിൽ അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒരു ഷെയറിംഗ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ആ സൗകര്യങ്ങളും കൂടി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടിയൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ മറ്റൊരു കാര്യമാണ് ആനുവൽ മെയിൻ്റനൻസ് ചാർജസ്. ആനുവൽ മെയിൻ്റനൻസ് ചാർജസിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ നമ്മുടെ ലിഫ്റ്റ് എല്ലാ സംവിധാനങ്ങൾക്കും ആനുവൽ ഇൻസ്പെക്ഷനുണ്ട്, ഇൻസ്പെക്ഷൻ ഫീ ഉണ്ട്, AMC അടക്കണം, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ലിഫ്റ്റ്, ഫയർ ഫൈറ്റിംഗ്, ജനറേറ്റേഴ്സ്, അതുപോലെയുള്ള പിന്നെ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, ഇൻസിനേറ്റർ ഉണ്ടെങ്കിൽ അത്, ഇതിനൊക്കെ ഈ പറഞ്ഞ വാർഷിക ചെലവുകളുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടി വരുന്ന തുകയാണ് നമ്മളൊരു ആനുവൽ മെയിൻ്റനൻസ് ഫീ എന്നുള്ള രീതിയിൽ അത് ഷെയർ ചെയ്ത് ഓരോ ഫ്ലാറ്റുകളുടെ ഉടമസ്ഥരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമ്മൾ നമ്മുടെ ഒരു ആവശ്യമില്ലാത്ത ചെലവ് എന്നുള്ള രീതിയിൽ ഇതിനൊരിക്കലും കാണരുത്. ഈ സിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും നമുക്കെല്ലാം ഇതിൻ്റെ ഒരു വാല്യൂ കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിലും നമ്മളിതെല്ലാം കൃത്യമായിട്ട് എല്ലാവരും കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടത്.